സർ, യുഎസ് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും തുടർച്ചയായ ഒരു നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം വിപണി അവസാനിപ്പിച്ചതെന്ന് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും നാസ്ഡാക്കിലേക്കൊക്കെ വരുമ്പോൾ അതിന്റെ ഒരു റെക്കോർഡ് ഹൈ ഉയരത്തിന് ഏകദേശം 1.2% മാത്രം അകലെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നലെ ഒരു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡൗ ജോൺസ് വളരെ ഫ്ലാറ്റ് നോട്ടിൽ വ്യാപാരം അവസാനിപ്പിച്ചു 37,306.02 എന്നൊരു റേഞ്ചിലും, നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ 14,905.19 എന്ന റേഞ്ചിൽ 0.62% നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ വിപണിയെ സംബന്ധിച്ച് സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുകയാണോ? Anila, undertone American market continues to be very, very bullish. And ഇന്നലെ ഒരു കോൺട്രാസ്റ്റിംഗ് ഫാഷനിലായിരുന്നു അമേരിക്കൻ വിപണി അവസാനിപ്പിച്ചത്, ട്രേഡിംഗ് അവസാനിച്ചത്. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും അതിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ പോസിറ്റീവ്, വളരെ സ്ട്രോങ് നോട്ടിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഇൻഫാക്ട് നാസ്ഡാക്ക് ഇൻഡെക്സ് ഇസ് ബ്രേക്കിംഗ് ഇൻ ടു എ ന്യൂ ഓൾ ടൈം ഹൈ. സോ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 16,800 പോയിന്റ്സ് ആയിരിക്കും. മൈ എക്സ്പെക്ടേഷൻ ഇന്ന് 16,800 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 2 ടാർഗറ്റ്സ് ഇമീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ആദ്യത്തെ 17,000 പോയിന്റിലും അതിനെ തുടർന്ന് 17,200 പോയിന്റിലും. ഓൺലി പ്രോബ്ലം ഇസ് ദാറ്റ് നാസ്ഡാക്ക് ഇൻഡെക്സിലുള്ള മേജർ സ്റ്റോക്സിലൊന്നും തന്നെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് അതേസമയം നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഇന്നലെ ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിച്ചു. ആ വീക്ക്നെസ് അല്ല, ആക്ച്വലി ഇറ്റ്സ് എ ലോസ് ഓഫ് മൊമെന്റം. ആൻഡ് അത് നമുക്കൊരു മുൻകൂട്ടി ഒരു സൂചന നൽകുന്നത് ഇസ് ദാറ്റ് ഇന്നല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമ്മുടെ കൈവശം ഓൾറെഡി അമേരിക്കൻ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റോക്സിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ it is better to be prepared for profit taking. കമ്മോഡിറ്റി വിപണിയിലേക്ക് വരുമ്പോൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബ്രെന്റിൽ പ്രത്യേകിച്ചും ക്രൂഡ് ഓയിൽ ഓവർനെറ്റിൽ ഏകദേശം 3% ഒരു നേട്ടം അല്ലെങ്കിൽ ഉയർച്ചയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും റെഡ് സീ അറ്റാക്കിനെ തുടർന്ന് ആ വഴിയുള്ള സപ്ലൈ അല്ലെങ്കിൽ ചരക്ക് ഗതാഗതം കംപ്ലീറ്റ് ആയിട്ട് രാജ്യങ്ങളെല്ലാം ഒഴിവാക്കി കൂടുതൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് അവർ ചരക്ക് ഗതാഗതം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. സപ്ലൈയെ സംബന്ധിച്ചൊരു ആശങ്കയെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് ഈ ഒരു ക്രൂഡിൽ ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ക്രൂഡിൽ നിലവിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ട് WTI ക്രൂഡ് 72.81 എന്നൊരു നിലവാരത്തിലും ബ്രെന്റ് $78.08 എന്ന നിലവാരത്തിൽ 0.17% വളരെ നേരിയ ഒരു നേട്ടത്തിലുമാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ചും റഷ്യയുടെ ഒക്കെ ഒരു കൂടുതൽ സപ്ലൈ കട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. സപ്ലൈ സംബന്ധിച്ചൊരു ആശങ്ക കൂടുതൽ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ബ്രെന്റും അതുപോലെ തന്നെ ക്രൂഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? So crude in the കാഴ്ചപ്പാട് continues to be very, very bearish. And കഴിഞ്ഞ 4 സെഷൻസിലായിട്ട് നമുക്ക് കാണാവുന്നത് ഷോർട്ട് കവറിങ്. സോ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി ആക്ച്വലി ഒരു ഫ്രഷ് ബൈയിങ് ആയിട്ട് ഞാൻ കരുതുന്നില്ല. ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. സോ ക്രൂഡിന്റെ കേസിൽ $80 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ക്രൂഡ് ഓയിലിന്റെ ട്രെൻഡ് മാറാൻ പോകുന്നുള്ളൂ. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ലെറ്റ് us continue to wait and watch. ആൻഡ് ക്രൂഡിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് നമ്മളിപ്പോ സ്വർണത്തിന്റെയും കൂടെ കേസ് ഒന്ന് നോക്കാം. സോ സ്വർണത്തിന്റെ കേസിൽ ഇന്നലെ നമുക്കൊരു നേരിയ തോതിൽ ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. സോ ഫ്രം എ പ്യുവർ ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് സ്വർണത്തിന്റെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ $2,050 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. $2,050 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്വർണത്തിന്റെ കേസിൽ ഓൾമോസ്റ്റ് ഒരു $30 മുതൽ $45 മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $2,025 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ബിക്കോസ് $2,025 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ then the short term trend will turn bearish. Now അൻലയിലോട്ട് തിരിച്ച് തരുന്നതിന് മുൻപ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ് കഴിഞ്ഞ 2 സെഷൻസിൽ കാണാൻ സാധിച്ചത് ഇന്ത്യൻ റുപ്പി അമേരിക്കൻ ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് വളരെ ശക്തമായിട്ട് നേട്ടം നേടിയിട്ടുണ്ട്. ബിക്കോസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കുമ്പോഴേക്കും ഇന്ത്യൻ റുപ്പി എഗൻസ്റ്റ് അമേരിക്കൻ ഡോളർ 83.45 രൂപ ലെവലിലായിരുന്നു ട്രേഡ് ചെയ്തത്. ഇന്നലത്തെ ഇൻട്രാഡേ ട്രേഡിംഗിൽ 82.90 വരെ ഇന്ത്യൻ റുപ്പീസ് സ്ട്രെങ്തൻ ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും ഡോളറിൽ ഒരു അല്പം ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടിരുന്നു.
But most important thing is that Indian rupee short-term outlook bullish ആയി മാറിക്കൊണ്ടിരിക്കുന്നു. This is excellent. This is important, particularly oil marketing companies and other companies which are import-oriented. Karyam, especially oil marketing companies like Bharat Petroleum, Hindustan Petroleum, Indian Oil Corporation, the case എടുക്കുമ്പോഴേക്കും ഒരു സൈഡിൽ we are seeing that crude oil price താഴോട്ട് വരുന്നു. അതിന്റെ കൂടെ തന്നെ ഇന്ത്യൻ റുപ്പി സ്ട്രെങ്തൻ ചെയ്തു കഴിഞ്ഞാൽ it is going to be extremely beneficial for these companies. സർ, ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ തുടർച്ചയായ നേട്ടങ്ങൾക്ക് ശേഷം ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു വിപണി വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും 21,400 എന്നൊരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വിപണിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രാഡേ ഹൈയിലേക്ക് നോക്കുമ്പോൾ 21,482.8 എന്നൊരു റേഞ്ചും ഇൻട്രാഡേ ലോയിലേക്ക് നോക്കുമ്പോൾ 21,365.35 എന്നൊരു റേഞ്ചുമാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ക്ലോസിംഗ് നോക്കുകയാണെങ്കിലും 21,418.65 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? So നിഫ്റ്റിയുടെ again the outlook is very very bullish. Only problem ഞാൻ നേരത്തെ ഡൗ ജോൺസ് ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റിയുടെ വാല്യുവേഷൻ അല്പം ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. സോ നിഫ്റ്റി ബേസ്ഡ് സ്റ്റോക്സിലെ കാര്യമായിട്ടൊരു പുതിയ ലോ റിസ്ക് ബൈയിങ് അവസരങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ, ബിക്കോസ് ഏത് നിമിഷം വേണമെങ്കിലും വി ക്യാൻ എക്സ്പെക്ട് എ പ്രോഫിറ്റ് ടേക്കിംഗ് ടു ഹാപ്പൻ. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ഏരിയ 20,850 പോയിന്റ് ആയിരിക്കണം. സർ, ഇന്നലെ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണ് എന്നാൽ നിഫ്റ്റി ഒരുപക്ഷെ ഏറ്റവും അധികം ഡ്രാഗ് ചെയ്തിരിക്കുന്ന ഒരു സൂചിക നിഫ്റ്റി ബാങ്ക് തന്നെയാണ്. നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.57% ഇടിവിൽ 0.57% 47,867.7 എന്നൊരു റേഞ്ചിലാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? So Nifty Bank Index again continues to be very very bullish. ഒരു വീക്ക്നെസ്സും ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നില്ല. ഇന്നലെ നമ്മൾ നേരിയ തോതിൽ ബാങ്ക് ഇൻഡെക്സിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിരുന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഇന്നലെ 48,000 പോയിന്റ് വരെ എത്തിയിരുന്നു. സോ അഗെയിൻ നമുക്കൊരു പുതിയ ബൈയിങ് അവസരങ്ങൾ ഇസ് വെരി വെരി ലിമിറ്റഡ് ഇൻ ദ ബാങ്കിങ് സ്പേസ്. നമുക്ക് ബാങ്കിങ് സ്പേസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫ്രം എ വാല്യുവേഷൻ ലോങ്ങർ ടേം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കോട്ടക് ബാങ്കിൽ ശ്രദ്ധിച്ചിരിക്കാം. ബിക്കോസ് കോട്ടക് ബാങ്കിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരാൻ നല്ല സെറ്റപ്പ് കാണുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, യൂക്കോ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര മുതലായ പബ്ലിക് സെക്ടർ ബാങ്ക്സിലും നല്ല ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഇതൊക്കെ വളരെ ഷോർട്ട് ടേം മൊമെന്റത്തിന് വേണ്ടി മാത്രം നമ്മൾ ട്രേഡ് ചെയ്യേണ്ട. ഫ്രം എ വെരി ലോങ്ങർ ടേം പെർസ്പെക്റ്റീവ് ദ റിസ്ക് റിവാർഡ് റേഷ്യോ അറ്റ് ദ മൊമെന്റ് ഫേവറബിൾ അല്ല. സോ ലോങ് ടേമിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ഫോർ ദ കറക്ഷൻ. സർ, നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികൾക്ക് വളരെയധികം നേട്ടമുണ്ടാക്കുന്നു എന്നൊരു അപ്ഡേറ്റ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്ത് തന്നെ ചോദിക്കുകയാണ്. പ്രത്യേകിച്ചും ഇപ്പം ഓയിൽ ആൻഡ് ഗ്യാസിനെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കഴിഞ്ഞ ദിവസം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വിൻഫോൾ ടാക്സ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 5,000 രൂപ പെർ ടണ്ണിൽ നിന്നും 1,300 രൂപ പെർ ടണ്ണായിട്ട് അതിപ്പോൾ കുറച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികൾക്ക് വലിയ തോതിൽ വീണ്ടും ഒരു പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് തെളിഞ്ഞു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികളുടെ ഒരു പെർഫോമൻസ് സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഒരു ഇൻഡെക്സിനെ പറ്റിയുള്ള സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? വെരി വെരി ബുള്ളിഷ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 2 മാസത്തിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇതിലൊക്കെ വലിയ വലിയ നേട്ടങ്ങൾ കണ്ടിരുന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി കഴിഞ്ഞ ഒരു 10 സെഷൻസിനിടെ നമ്മൾ ഈ സ്റ്റോക്സിലൊക്കെ വി ആർ സീയിങ് എ ലോട്ട് ഓഫ് കറക്ഷൻ, പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. സോ എസ്പെഷ്യലി ഇപ്പോൾ ഈ 3 സ്റ്റോക്സ് എടുത്തു കഴിഞ്ഞാൽ ഭാരത് പെട്രോളിയത്തിൽ വളരെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഭാരത് പെട്രോളിയത്തിന്റെ കേസിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 457, 457 രൂപയുടെ റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു 25 മുതൽ 40 രൂപയുടെ നേട്ടം ഇമ്മീഡിയറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം.
സർ, ഇന്നലെ ഒരു പെർഫോമൻസ് നോക്കുകയാണ് എന്നുള്ള റെയിൽവേ സെഗ്മെന്റിൽ ഓഹരികൾക്ക് വളരെ നല്ലൊരു മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 1-2 സ്റ്റോക്കുകളിലേക്കാണ് സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ IRCTCയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. IRCTC സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള റെയിൽവേ ഓഹരികളെ അപേക്ഷിച്ച് അത്രയധികം അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ഓഹരിയായിരുന്നു IRCTC. എന്നാൽ കഴിഞ്ഞ ഒരു 1-2 സെഷൻസിലായിട്ട് വളരെ മികച്ച മുന്നേറ്റം തന്നെയാണ് ഈ ഒരു ഓഹരി കാഴ്ചവെക്കുന്നത്. ഇന്നലെ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ ഏകദേശം 14% മുന്നേറ്റം നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ 50 ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 12.59% നേട്ടത്തിൽ 879.15 എന്നൊരു റേഞ്ചിലാണ്. IRCTCയെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഒരു പൊസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലെവലുകളാണ് ഈ ഒരു ഓഹരി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ടത്? So IRCTC's short and long term trend has turned bullish. And നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് അതിലൊരു വീക്ക്നെസ് ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അറൌണ്ട് 950 to 1000 rupees. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു 1 മാസത്തിനിടെ നമുക്ക് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. And I think the stock will head towards the all-time high. All-time high എന്ന് പറയുന്ന അറൌണ്ട് 1200 രൂപയ്ക്ക് അടുത്ത all-time high കാണാൻ സാധിക്കുന്നത്. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിരിക്കേണ്ട ലെവൽ വിൽ ബി ബിറ്റ്വീൻ 800 to 820. IRCTCയോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുക ടെക്സ്മാക്കോയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ്. ടെക്സ്മാക്കോയിൽ ഇന്നലെ 0.82% നേട്ടത്തിൽ 177.45 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. തൊട്ടു മുന്നത്തെ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഏകദേശം 1300 കോടിയിലധികം രൂപയുടെ ഒരു പുതിയ ഓർഡർ ഉൾപ്പെടെയുള്ളത് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയെ പറ്റിയുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഈ ഒരു ഓഹരിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ടത്? So Texmaco വന്നിട്ട് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് നല്ല നേട്ടം നൽകിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആയിട്ട് കാണുന്നത്. ഓൺലി പ്രോബ്ലം ഈസ് ഒക്ടോബർ മാസത്തിൽ അറൌണ്ട് 111 രൂപയ്ക്ക് അടുത്തത് ബോട്ടം ഔട്ട് ചെയ്തതിനെ തുടർന്ന് വി ഹാവ് സീൻ എ ലോട്ട് ഓഫ് ഗെയിൻസ്. ഇൻഫാക്ട് 2 സെഷൻസിന് മുൻപ് സ്റ്റോക്ക് 189 രൂപ വരെ എത്തിയിരുന്നു. സോ അൺലെസ് ആൻഡ് അൺടിൽ സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ നടന്നെങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ ലോ റിസ്ക് ബൈയിങ് അവസരം കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് വിൽ ബി ബിറ്റ്വീൻ 160 and 170. ഇന്നലെ അതുപോലെ തന്നെ മറ്റൊരു ഓഹരിയിലേക്കാണ് സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്ന പവർ സെഗ്മെന്റ് എന്നുള്ള ഐനോക്സ് ഗ്രീൻ എനർജി സർവീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2.78% നേട്ടത്തിൽ 103.6 എന്നൊരു റേഞ്ചിലായിരുന്നു. ഒരു 50 ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡിസംബർ 13-നുമായിരുന്നു. ഈ ഒരു ഓഹരിയെ പറ്റിയുള്ള സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? Very bullish. So this is also a very small cap stock. ബട്ട് ഒക്ടോബർ മാസത്തിൽ അറൌണ്ട് 60 രൂപയ്ക്ക് അടുത്തായിരുന്നു ഈ സ്റ്റോക്കിന് ഒരു ബോട്ടമിംഗ് ഔട്ട് കാണാൻ സാധിച്ചത്. ആൻഡ് അനിൽ ഇപ്പൊ പറഞ്ഞതുപോലെ 2-3 സെഷൻസിന് മുൻപ് അറൌണ്ട് 112-113 റേഞ്ചിലായിരുന്നു ഓൾ ടൈം ഹൈ. അതിനെ തുടർന്ന് വി ഹാവ് സീൻ എ നൈസ് പ്രോഫിറ്റ് ടേക്കിംഗ് ഫോർ ലാസ്റ്റ് 2-3 ഡേയ്സ്. ആൻഡ് സ്റ്റോക്കിൽ വീണ്ടും ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാം. സ്റ്റോക്കിന്റെ അടുത്ത മേജർ 2-3 ലെവൽസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആദ്യത്തെ 120, അതിനെ തുടർന്ന് 135, പിന്നീട് 145. സാർ, ഏതായാലും പ്രേക്ഷകരുടെ ധാരാളം ക്വയറീസ് വന്നു തുടങ്ങേണ്ട അഡ്രസ് ചെയ്യാനുള്ള ഒരു സമയവുമായിട്ടുണ്ട്. ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് HCL ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ ആണ്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന 6.07% നേട്ടത്തിൽ 78.6 എന്നൊരു റേഞ്ചിലായിരുന്നു. ഈ ഒരു ഓഹരിയെ പറ്റിയുള്ള സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ഏത് സ്റ്റോക്ക് ആയിരുന്നു അതിനല്ലോ? സാർ, HFCL ലിമിറ്റഡ് ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ള ഒരു ഓഹരിയാണ്. സോ HFCL കഴിഞ്ഞ ഒരു 4-5 സെഷൻസിനിടെ നല്ലൊരു മുന്നേറ്റം നൽകിയിട്ടുണ്ട്. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിംഗിൽ വന്നിരിക്കുന്നത് അതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ 81 രൂപയോ 82 രൂപയ്ക്കോ അടുത്ത്. സോ ദർസ് എ ഹൈ പ്രോബബിലിറ്റി ദാറ്റ് ഇന്നല്ലെങ്കിൽ നാളെ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്.
സോ ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അങ്ങനെ ഈ 82 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് വിൽ ബി അറൌണ്ട് 87 to 89 റുപ്പീസ്. സോ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ ഇതിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചത് ജിയോ ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഇന്നലെ ഓഹരി 1.09% നേട്ടത്തിൽ 240.25 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരി പറ്റിയുള്ള സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? സോ ജിയോ ഫിനാൻഷ്യൽ അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് സ്റ്റോക്ക് ഹാസ് ബീൻ ട്രേഡിംഗ് ഇൻ എ ബ്രോഡ് റേഞ്ച് 202 രൂപയും 267 രൂപയ്ക്കും അടുത്ത്. കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്കിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ആ ഒരു മുന്നേറ്റത്തിൽ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 251 റുപ്പീസ് വരെ എത്തിയിരുന്നു. അതിനെ തുടർന്ന് വി ആർ സീയിങ് എ നൈസ് പ്രോഫിറ്റ് ടേക്കിംഗ്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് സ്റ്റോക്കിൽ ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ന് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ 244 രൂപ. 244 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിൽ there's a high probability we will see a new all-time high. സാർ മറ്റൊരു പ്രശ്നം ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഇന്നലെ ഓഹരി 3.07% നേട്ടത്തിൽ 50.3 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരി എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? സോ സെൻട്രൽ ബാങ്കിൽ നമുക്ക് സെപ്റ്റംബർ മാസം മുതൽ ഒക്ടോബർ അവസാനം വരെ നമുക്ക് നല്ലൊരു കറക്ഷൻ കാണാൻ സാധിച്ചിരുന്നു. അതിനുശേഷം ഗ്രാജുവലായിട്ട് സ്റ്റോക്കിൽ നല്ലൊരു റിക്കവറിയും നടന്നിട്ടുണ്ട്. ആൻഡ് ഇന്നലത്തെ ആ ഒരു ശക്തമായ ഒരു ക്ലോസിംഗിനെ തുടർന്ന് ഓൾ ദ ട്രെൻഡ്സ് ഹാവ് ടേൺഡ് ബുള്ളിഷ്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അറൌണ്ട് 47-48 റുപ്പീസ് നമുക്ക് പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് സെപ്റ്റംബർ മാസത്തിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഈ വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ 56 രൂപ. എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ 56 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നത് ഐനോക്സ് വിൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഇന്നലെ ഓഹരി 0.45% ഇടിവിൽ 406 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡിസംബർ 15 52 ഹൈ ആയിട്ടുള്ള 420 രൂപയിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഐനോക്സ് വിൻഡിനെ പറ്റിയുള്ള സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? സോ ഒക്ടോബർ അവസാനത്തോടു കൂടി 189 രൂപയിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടമിംഗ് ഔട്ട് നടന്നത്. And since then, we have seen a big movement in IDOX. And in മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് 420 രൂപ വരെ എത്തിയിരുന്നു. സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഇസ് ഓവർ സ്ട്രെച്ച്ഡ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ മെയിൻറ്റെയിൻ. പക്ഷെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 380. 380ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. പുതിയ ലോങ് പൊസിഷൻസ് ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.88% ഇടിവിൽ 522 എന്നൊരു റേഞ്ചിലായിരുന്നു. സെപ്റ്റംബർ 11 ഒരു 52 ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയെ പറ്റിയുള്ള സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? സോ ഒക്ടോബർ മാസം മുതൽ ഈ സ്റ്റോക്കിൽ വി ഹാവ് സീൻ എ നൈസ് പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. സോ ഒരു 600 രൂപയിൽ നിന്നും സ്റ്റോക്ക് അറൌണ്ട് 490 ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ആൻഡ് കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ ലോങ് പൊസിഷൻ ബിറ്റ്വീൻ 500 and 520 ലെവൽസ്. സോ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ ഈ സ്റ്റോക്ക് 547 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 547 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് 60-70 രൂപയുടെ നേട്ടം ഇമ്മീഡിയറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചത് ഇക്കിയോ ലൈറ്റിംഗ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.62% ഇടിവിൽ 351.45 എന്നൊരു റേഞ്ചിലാണ്. വിപണിയിലേക്ക് എത്തിയിട്ട് ഏകദേശം 6 മാസം മാത്രമാണ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 52 ഹൈ നോക്കുകയാണെങ്കിലും ലിസ്റ്റ് ചെയ്ത ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമുള്ളൊരു റേഞ്ചാണ് 52 ഹൈ ആയിട്ടും റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയെ പറ്റിയുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ ഇക്കിയോ ജൂൺ മാസത്തിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 478 റുപ്പീസ് വരെ എത്തിയിരുന്നു.
അവിടെ നിന്നും കനത്തൊരു സെല്ലിംഗ് ഈ സ്റ്റോക്ക് നേരിട്ടിട്ടുണ്ട്. ആൻഡ് നവംബർ അവസാനത്തോടുകൂടി 318 രൂപയിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ബോട്ടം ഔട്ട് നടന്നിരിക്കുന്നത്. സിൻസ് ദെൻ സ്റ്റോക്കിൽ നമുക്ക് നല്ല കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ഗോട്ട് ടു ബി സ്റ്റഡിങ് ദിസ് ഷെയർ ഫോർ എ പൊട്ടൻഷ്യൽ ടേൺ അറൌണ്ട്. നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവല് 366 രൂപയായിരിക്കണം. 366 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഇന്നലെ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുക 0.97% ഇടിവിൽ 519.4 എന്നൊരു റേഞ്ചിലാണ്. 2023 ജൂലൈ 12 ഒരു 50 ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയെ പറ്റിയുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? സർ, LG എക്യുപ്മെന്റ്സ്, ELGI എക്യുപ്മെന്റ്സ്. LG എക്യുപ്മെന്റ്സ് വീണ്ടും ഇറ്റ്സ് എ മിഡ് ക്യാപ് സ്റ്റോക്ക്. സോ ഈ കമ്പനിയുടെ ട്രെൻഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. പക്ഷെ കാര്യമായിട്ട് ഇതിലൊരു മൊമെന്റം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതൊരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് അല്ല. ബട്ട് ലോങ് ടേമിന് വേണ്ടി നമ്മൾ ഈ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. ബട്ട് അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 500 രൂപയായിരിക്കാം നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. മറ്റൊരു പ്രശ്നം ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. സോ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ആൻഡ് സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച 121 രൂപ എത്തിയതിനു ശേഷം വി ആർ സീയിങ് എ ബൗട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. സ്റ്റോക്കിൽ അടുത്തൊരു ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്ന 116 രൂപയിലാണ്. സർ, മറ്റൊരു പ്രശ്നം സയൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1.22% നേട്ടത്തിൽ 2225.25 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു പുതിയ 52 ഹൈ ടച്ച് ചെയ്യാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സയന്റുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? വളരെ ബുള്ളിഷായി തന്നെ ട്രെൻഡ് തുടരുന്നു. ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ഓൺലി തിങ് ഇസ് പുതിയൊരു എൻട്രി ഈ ഹൈ ലെവൽസിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ 52 വീക്ക് ഹൈ. സ്റ്റോക്ക് ഇപ്പൊ നിലവിൽ ട്രേഡിംഗ് നടത്തി വരുന്നത് ഇറ്റ് ഈസ് അറ്റ് എൻ റെക്കോർഡ് ഓൾ ടൈം ഹൈ ആൻഡ് കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ. മറ്റൊരു പ്രശ്നം റെയിൽ വികാസ് നിഗം ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരി 0.35% ഇടിവിൽ 182.5 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ 52 ഹൈ 2023 സെപ്റ്റംബർ 12 ആയിരുന്നു. RVNLുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ RVNL നമ്മൾ if we compare it with IRCTC and IRFC, റെയിൽ വികാസിന്റെ ഷെയർസ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇറ്റ് ഹസ് ബീൻ അണ്ടർ പെർഫോമിംഗ്. സോ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 188 രൂപ. 188 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ ലോങ് പൊസിഷൻ.